ഭാരം പ്രയാസം ഏറിടുമ്പോൾ നിന്റെ പൊന്മുഖം ഭാരം പ്രയാസം ഏറിടുമ്പോൾ നിന്റെ പൊന്മുഖം തേടി സഹായം നേടുമേ ഞാൻ പൊന്നുനാഥനേ. തേടി സഹായം നേടുമേ ഞാൻ പൊന്നുനാഥനേ. കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ? പൊൻകരം നീട്ടി താങ്ങണമേ യേശുനായക. പൊൻകരം നീട്ടി താങ്ങണമേ യേശുനായക. നിന്തിരുമാറിൽ ചാരുവോളം ഈ നിന്ദാസരേ. നിന്തിരുമാറിൽ ചാരുവോളം ഈ നിന്ദാസരേ. കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യത്തെ ആസ്പദമാക്കി അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നുള്ള വചനമാണ്. 1915 ജോർജ് പവർ എന്ന ഒരു നടൻ ഒരു ഗാനം എഴുതി. അതിനാൽ അദ്ദേഹം ലോകപ്രസിദ്ധി ആർജിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവ് ഫേലിക്സ് വളരെ ശ്രുതിമാധുര്യമയോട് കൂടെ അത് പാടി കേൾപ്പിച്ചതിനാൽ ഗ്രേറ്റ് ബ്രിട്ടൻ മുഴുവനും ഫ്രാൻസിൽ യുദ്ധകാലത്ത് കിടങ്ങുകളിൽ ഒളിച്ചിരുന്നവരും ഇത് പാടി ആനന്ദിച്ചു. ആ പാട്ടിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: നിൻ്റെ ഭാരങ്ങളും പ്രയാസങ്ങളും പഴയ ഭാണ്ഡത്തിൽ കെട്ടിവെച്ചിട്ട് പുഞ്ചിരിക്കുക പുഞ്ചിരിക്കുക എന്നായിരുന്നു. 27 വർഷങ്ങൾക്ക് ശേഷം 1942 ഫെബ്രുവരിയിൽ ഫേലിക്സ് പവൽ വിനോദ സ്ഥലത്ത് ചെന്ന് പിയാനോ എടുത്ത് ഈ പാട്ട് മനോഹരമായി പാടി. ശേഷം വരികൾ ഇപ്രകാരമായിരുന്നു: ചിന്താഭാരം എന്ത് പ്രയോജനം ചെയ്യും? അത് ഫലശൂന്യം. അതിനാൽ നിൻ്റെ ഭാരവും പ്രയാസവും പഴയ ഭാണ്ഡത്തിൽ മുറുക്കി വച്ചിട്ട് പുഞ്ചിരിക്കുക പുഞ്ചിരിക്കുക. വളരെ മനോഹരമായി പാടിയ ശേഷം ഫേലിക്സ് അടുത്ത മുറിയിൽ കയറിപ്പോയ ശേഷം സ്വയം വെടിവെച്ച് മരിച്ചു. അയാൾ അർത്ഥവത്തായ മനോഹരമായ പാട്ട് പാടി അനേകരെ സന്തോഷിപ്പിച്ചെങ്കിലും ചിന്താകുലവും ഭാരങ്ങളും ഫേലിക്സിനെ വേട്ടയാടി. അതിനുണ്ടായ കാരണം ദുഃഖവും ഭാരവും മാറ്റുവാൻ കഴിവുള്ള യേശുവിനെ തൻ്റെ ജീവിതത്തിൽ പരിചയപ്പെട്ടിരുന്നില്ല. അവന് സമാധാനവും ശാന്തിയും നൽകുവാൻ കഴിവുള്ള വല്ലഭനായ യേശുവിനെ അയാൾ അറിഞ്ഞിരുന്നില്ല. പുറത്ത് സന്തോഷം കാണിച്ചിരുന്നെങ്കിലും അകമേ ദുഃഖം പേറി നടന്നിരുന്നു. കർത്താവ് യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞത്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആര് ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുന്നോ അവർക്ക് ആശ്വാസം കണ്ടെത്താൻ സാധിക്കും. 55-ാം സങ്കീർത്തനം 22-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്: നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോവാൻ അവനൊരു നാൾ സമ്മതിക്കുകയില്ല. ഇന്ന് ലോകത്തിൽ നല്ല ഒരു പങ്കും ആൾക്കാർ ജീവിതത്തിൽ ദുഃഖം പേറിയും മനസമാധാനം നഷ്ടപ്പെട്ടവരുമായി ജീവിക്കുന്നവരാണ്. എന്നാൽ പൊതുസമൂഹത്തിന് മുൻപാകെ വളരെ സന്തോഷമുള്ളവരായി അഭിനയിക്കുകയും ചെയ്യും. ഒരുപക്ഷെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവരും ആശ്വസിപ്പിക്കുന്നവരും ആയിത്തീർന്നു വന്നിരിക്കാം. എന്നാൽ അങ്ങനെയുള്ളവരുടെ ഉള്ളിൽ ഉള്ള നീറ്റൽ ആരും തിരിച്ചറിയുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഭാരങ്ങളും നിരാശകളും ഒക്കെ എടുത്തു മാറ്റി ആശ്വാസം നൽകി തരുവാൻ യോഗ്യനായവൻ യേശു മാത്രമാണ്. ലോകത്തിൽ സകല മനുഷ്യർക്കും, അതായത് ജാതി മതവ്യത്യാസം കൂടാതെ എല്ലാവർക്കും ഒരുപോലെ ആശ്വാസവും ശാന്തിയും നൽകി തരുവാൻ യോഗ്യനായ വ്യക്തി യേശു ക്രിസ്തു മാത്രമാണ്. പ്രിയ ശ്രോതാക്കളെ,
നിങ്ങളിൽ ആരെങ്കിലും നീർന്ന പ്രശ്നങ്ങളുമായി ജീവിതം നയിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആശ്വാസവും സമാധാനവും നൽകിത്തരുവാൻ യോഗ്യനായ വ്യക്തി യേശു മാത്രമാണ്. ഇന്ന് അനേകർ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ എന്തെല്ലാം വേണമെങ്കിലും ചെയ്യും. നാം സ്വയം ജീവിതത്തെ സന്തോഷിപ്പിക്കുന്നതിനോ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുകയോ ചെയ്യാതെ പോവുകയാണ്. അങ്ങനെയുള്ളവർ നിരാശയിൽ മുഴുകി സമാധാനം കണ്ടെത്താതെ സ്വയം ജീവിതം നശിപ്പിക്കും. ജീവിതം ഒന്നേ ഉള്ളൂ. അത് സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ദിനങ്ങളായി തീരുന്നെങ്കിൽ മാത്രമേ ജീവിതം ധന്യമായി തീരത്തുള്ളൂ. ആയതിനാൽ ആശ്വാസദായകനായ ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ സമാധാനത്തിൽ കാക്കുമാറാകട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. Yeah.